വ്യാജ പ്രമാണം ചമച്ച ഭൂമി തട്ടിയെടുത്തെന്ന ആക്ഷേപം നേരിടുന്ന CPI ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കെതിരെ കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. വ്യാജ പ്രമാണം ചമയ്ക്കുന്നതിന് പഞ്ചായത്ത് മെമ്പർക്ക് സഹായം നൽകിയ മുൻ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത റവന്യൂ വകുപ്പ് വിജിലൻസ് ദക്ഷിണമേഖല ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നടപടിക്ക് പിന്നാലെയാണ് കോൺഗ്രസ് സമരമുഖത്തേക്ക് വരുന്നത്. പത്തനാപുരം നിയോജകമണ്ഡലത്തിൽപ്പെട്ട കുന്നിക്കോട് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം CPIയിലെ ലീനയ്ക്കെതിരെയാണ് ഗുരുതരമായ ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. വ്യാജ തണ്ടപ്പേർ ഉണ്ടാക്കി അതിലേക്ക് പഞ്ചായത്ത് അംഗമായ ലീനയുടെ അപേക്ഷ പ്രകാരം ഭൂമി പോക്കുവരവ് ചെയ്തു നൽകിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. 3 തണ്ടപ്പേർ നമ്പറുകൾ കൃത്രിമമായി തയ്യാറാക്കിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വിഷയം ജനപ്രതിനിധിയായതിനു ശേഷം നടത്തിയ ഒരു ഭൂമി കൈയേറ്റമായതുകൊണ്ടാണ് ഇത് ജനശ്രദ്ധ ആകർഷിക്കുന്നത്. സ്വകാര്യ വ്യക്തിയാണെങ്കിൽ നമുക്ക് വിഷയമില്ല. ഇത് റോഡ് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത റോഡ് വെട്ടിപ്പൊളിച്ചാണ് മതിൽ കെട്ടിയത്. പിന്നെ FMBയിലും 355/7 ഈ വസ്തു. പക്ഷേ 17ാം വാർഡ് മെമ്പർ ലീന സുരേഷ് എഴുതിയിരിക്കുന്ന പ്രമാണം അനുസരിച്ച്, അഞ്ചൽ സബ് രജിസ്ട്രാർ ഓഫീസ് എഴുതിയിരിക്കുന്ന പ്രമാണം അനുസരിച്ച് 355/6 ആ പ്രമാണം വന്നത് 4276 എന്ന് പറയുന്ന തണ്ടപ്പേരിൽ നിന്നാണ്. ആ തണ്ടപ്പേര് വരാൻ പിന്നെ വില്ലേജ് റെക്കോർഡുകൾ ആ തണ്ടപ്പേര് ഇല്ല, അതിനുള്ള റെക്കോർഡുകളില്ല എന്നാണ് വില്ലേജ് ഓഫീസർ നൽകിയിരിക്കുന്ന വിവരാവകാശ രേഖകൾ. പോക്കുവരവും തണ്ടപ്പേരും രജിസ്റ്റർ പരിശോധിച്ച് വില്ലേജ് പറഞ്ഞേക്കുന്നതനുസരിച്ച് അവിടെ ഇതുമായി കൃത്യമായ പോക്കുവരവ് രേഖകൾ അവിടെ ലഭ്യമല്ല എന്നുള്ള വിവരമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞത് വ്യാജമാണ്. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് മതിൽ നിർമ്മിക്കാൻ പഞ്ചായത്ത് മെമ്പർ പെർമിറ്റ് എടുത്തിരിക്കുന്നതും അത് അവരുടെ പേരിലുള്ള വസ്തുവല്ല എന്നുള്ളതാണ് ഇതിന്റെ വേരുകൾ തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15 സെന്റോളം ഭൂമി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൈക്കലാക്കിയെന്നാണ് ആക്ഷേപം. വിളക്കുടി ഗ്രാമപഞ്ചായത്തിന് സമീപമാണ് സംഭവം. വിജിലൻസ് റിപ്പോർട്ട് പൂർത്തിവച്ചതിനെ തുടർന്ന് പരാതിക്കാരനായ അനിൽകുമാർ കുറ്റിക്കുന്നിലിന് വിവരാവകാശ അപേക്ഷയിന്മേൽ നൽകിയ മറുപടിയിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബുവിന്റെ നാട്ടിലാണ് ഒരു CPI മെമ്പർ തന്നെ കൃത്രിമ രേഖ ചമച്ച് ഭൂമി തട്ടിയെടുത്തതായി കണ്ടെത്തിയിരിക്കുന്നത്. അഴിമതിക്കെതിരെയും ഭൂമി കയ്യേറ്റക്കാർക്കെതിരെയും മറ്റും കർശന നിലപാട് സ്വീകരിക്കാറുള്ള CPI നേതൃത്വം ലീനയെ സംരക്ഷിക്കുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ഭൂമി തട്ടിയെടുത്തുന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ ലീനയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കുന്നിക്കോട് പോലീസിൽ അനിൽകുമാർ കുറ്റിക്കുന്നിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.